ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ലഞ്ച് സീരീസിൽ ഒരു പുതിയ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ തോരൻ. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം ഉപ്പുവെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് തേങ്ങ ചിരകിയത്, ചെറിയുള്ളി, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, കടുകും ഉഴുന്നും പരിപ്പും. ഇത് കൂടാണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യം വരും. അപ്പോൾ ഈ തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകും ഉഴുന്നും പരിപ്പും ചേർക്കാം. കടുകൊന്ന് പൊട്ടി ഉഴുന്നും പരിപ്പൊന്ന് ചുവന്ന് വരണം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം. കോളിഫ്ലവർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് കോളിഫ്ലവർ കുക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കോളിഫ്ലവർ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതായത് നാളികേരം അല്ലെങ്കിൽ തേങ്ങ ചിരകിയത്, ചെറിയുള്ളി, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, കരിവേപ്പില, ഇതൊക്കെ കൂടി ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കാം. കോളിഫ്ലവർ നന്നായിട്ട് വെന്തുണ്ട്. ഞാനിവിടെ തേങ്ങയും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടുപ്പത്ത് ഇരുന്നോട്ടെ. ഉള്ളിയുടെ പച്ച സ്വാദ് പോവാൻ വേണ്ടിയിട്ടാണത്. തോരൻ ഒരു 2 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ്. നമ്മൾ യൂഷ്വലി ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു റെസിപ്പി അല്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.